നമസ്കാരം. കുറേ നാളിന് ശേഷം ഒരു നല്ല സിനിമ കണ്ടു. അതിനെ പറ്റിയിട്ട് ഒരു 2 വാക്ക് പറയാമെന്ന് വിചാരിച്ചു. നമ്മുടെ അമീർ ഖാൻ, സിനിമാ നടൻ അമീർ ഖാൻ്റെ വൈഫായിരുന്ന കിരൺ റാവു, ഇപ്പോൾ അവർ ഡൈവോഴ്സായി. അവർ ഡയറക്റ്റ് ചെയ്തൊരു മൂവിയാണ് ലാപ്പത്ത ലേഡീസ്. വളരെ നല്ലൊരു മൂവിയാണ്. ഞാൻ കുറേ നാളിന് ശേഷം നല്ലൊരു മൂവി കണ്ടൊരു ഫീല്. എന്തോ ഒരുപാട് വളരെ സിമ്പിളായിട്ട് എടുത്തേക്കുന്നൊരു മൂവിയാണ്. ഒരുപാട് എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് എടുത്തേക്കുന്നൊരു മൂവിയാണ്. അതിനകത്ത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജുകൾ അതിനകത്ത് ഉണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മുടെ രാജ്യം 5ാമത്തെ സാമ്പത്തിക ശക്തിയാവാൻ പോവുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരു രാജ്യത്തും ഇതുപോലുള്ള ഈ വന്ന അടുത്ത കാലത്ത് നടക്കുന്നൊരു സ്റ്റോറിയായിട്ടാണ് കാണിക്കുന്നത്. ഈ 5ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് നമ്മൾ വളരാൻ നിൽക്കുന്ന ആ ഒരു കണ്ടീഷനിൽ പോലും നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോൾ അതിൻ്റെ റെലവൻസ് ഭയങ്കരമാണ്. കാരണം ഫോൺ കണക്ടിവിറ്റി ഇല്ലാത്ത നാടുകൾ, പിന്നെ സ്വന്തമായിട്ട് താമസിക്കുന്ന നമ്മുടെ നാട്ടിൻ്റെ പേര് പോലും അറിഞ്ഞുകൂടാത്ത രീതിയിൽ, അതായത് പെൺകുട്ടികൾക്ക് ഒരു പഠിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ ഒന്നിനും സ്വാതന്ത്ര്യമില്ലാത്ത നാട്. അതായത് പെൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുക്കിങ്, തയ്യൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നുള്ളൊരു കൺസെപ്റ്റുള്ള നാട് ഇപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ്. ഫോൺ കണക്ടിവിറ്റി ഇല്ലാത്ത, ഇൻ്റർനെറ്റ് ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത, അതൊന്നും പ്രചാരത്തിലില്ലാത്ത നാടുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ആ സിനിമയ്ക്കകത്ത് നമുക്ക് മനസ്സിലാവുന്നത്. പെൺകുട്ടികൾ പഠിക്കാൻ പോകുന്നതൊക്കെ ഭയങ്കര തെറ്റാണ്, അല്ലെങ്കിൽ അതൊന്നും പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം പെൺകുട്ടികൾ വീട്ടിൽ പറഞ്ഞാൽ അതൊരു അഹങ്കാരമാണ് എന്ന് കരുതുന്ന ഒരു നാട് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് ഇതിനകത്ത് എൻ്റെ ആ ഒരു സിനിമയുടെ ആ സ്റ്റോറിയുടെ ഒരു റെലവൻസ് നമുക്ക് മനസ്സിലാകുന്നു. വളരെ നന്നായിട്ട് എടുത്തിരിക്കുന്നൊരു മൂവിയാണ്. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നടന്മാരോ നടികളോ ഒന്നുമില്ല അതിനകത്ത്. എല്ലാം പുതിയ ആളുകളാണ്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു മൂവിയാണ്. കാണാനൊരു അവസരം കിട്ടുവാണെങ്കിൽ എല്ലാവരും കാണും. വളരെ സിമ്പിളായിട്ടുള്ളൊരു മൂവിയാണ്. ഒരുപാട് ഹൈഫൈ ഒന്നുമല്ല. വളരെ സിമ്പിളായിട്ടുള്ള വളരെ നല്ലൊരു മൂവി. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിനകത്ത് കാണത്തുള്ളൂ ടൈമിങ്. നിങ്ങളെല്ലാവരും കാണും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ. ഓക്കെ, ബൈ.